അനീഷ് കെ ശിവദാസ്, ഗുഡ് മോർണിംഗ്. പറയൂ, തമിഴ്നാട്ടിൽ ഇന്ന് നിശബ്ദ പ്രചാരണ ഡേ ആണ്. കളം സജീവമാണോ? ഗുഡ് മോർണിംഗ് എസ് കെ എൻ. തീർച്ചയായും കളം സജീവമാണ്. ആവേശം വാനോളം ഉയർത്തിയ പരസ്യപ്രചാരണത്തിന് അറുതി വരുത്തി. ഇന്നലെ 6 മണിയോടുകൂടി പരസ്യപ്രചാരണം അവസാനിച്ചു. ഇന്ന് നിശബ്ദ പ്രചാരണത്തിൻ്റെ അവസാന മണിക്കൂറുകളാണ്. അത് കഴിഞ്ഞാൽ നാളെ 7 മണിയോടുകൂടി തമിഴ്നാട്ടിലെ ജനങ്ങൾ വിധി എഴുതും. ഇത്തവണ 6,18,00,000 വോട്ടർമാരാണ് തമിഴ്നാട്ടിലുള്ളത്. 39 ലോക്സഭാ മണ്ഡലങ്ങളാണ് ഒറ്റഘട്ടമായി തെരഞ്ഞെടുപ്പ് നടക്കുക. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതാണ് ഇലക്ഷൻ കമ്മീഷൻ, തമിഴ്നാട് ഇലക്ഷൻ കമ്മീഷൻ അറിയിക്കുന്നത്. 68,321 പോളിംഗ് സ്റ്റേഷനുകൾ തമിഴ്നാട്ടിലൊട്ടാകെ സജ്ജമാക്കിയിരിക്കുന്നു. ഏറ്റവും കൂടുതൽ പോളിംഗ് സ്റ്റേഷൻ ഉള്ളത് ചെന്നൈയിലാണ്, 3,726 പോളിംഗ് സ്റ്റേഷനുകൾ. ഇന്ന് രാവിലെ മുതൽ പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്യാനുള്ള നടപടികൾ ആരംഭിക്കും. പ്രശ്നബാധിത ബൂത്തുകളെല്ലാം തന്നെ വെബ്കാസ്റ്റിംഗ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം കേന്ദ്രസേനയുടെ സഹായവും ഉറപ്പാക്കിയിട്ടുണ്ട്. ഈ പരസ്യപ്രചാരണം ഇന്നലെ 6 മണിയോടുകൂടി അവസാനിച്ചത്. മുതിർന്ന നേതാക്കളെല്ലാം തന്നെ പരസ്യപ്രചാരണങ്ങൾക്ക് അവസാന ഘട്ടത്തിൽ നേതൃത്വം നൽകി. ഈ അവസാന മണിക്കൂറിലും BJPയെയും അണ്ണാ-DMKയെയും രൂക്ഷമായി വിമർശിക്കാനാണ് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ശ്രമിച്ചത്. ബസന്ത് നഗറിലെ പ്രസംഗത്തിൽ അദ്ദേഹം BJP ഇത്തവണ തമിഴ്നാട്ടിൽ നിലം തൊടില്ല, BJPയുടെ ട്രെയിലർ വളരെ മോശമാണ്, അതുകൊണ്ട് തന്നെ സിനിമ ജനങ്ങൾ തള്ളിക്കളയും എന്ന ഒരു പ്രസ്താവനയായിരുന്നു അദ്ദേഹം നടത്തിയത്. അണ്ണാ-DMKയെയും എടപ്പാടി പളനിസ്വാമിയെയും അദ്ദേഹം രൂക്ഷമായി വിമർശിച്ചു. BJPയുടെ B ടീമായാണ് അണ്ണാ-DMK പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രവർത്തകരോട് അദ്ദേഹം ആഹ്വാനം ചെയ്തത് 39 ലോക്സഭാ മണ്ഡലങ്ങളിലും സ്റ്റാലിനാണ് സ്ഥാനാർത്ഥി എന്ന് മനസ്സിൽ കരുതി വേണം പ്രവർത്തിക്കാൻ എന്നൊരു ആഹ്വാനവും കൂടി അദ്ദേഹം നടത്തി. ഏതായാലും അവസാന മണിക്കൂറിലും വീറും വാശിയും നിറഞ്ഞ ഒരു പരസ്യപ്രചാരണമാണ് നമ്മൾ കണ്ടത്. ഇന്ന് നിശബ്ദ പ്രചാരണമാണ്. നഗരം കേന്ദ്രീകരിച്ച സ്ഥാനാർത്ഥികൾ വോട്ട് തേടി വീടുകളിലേക്ക് എത്തും. ഒപ്പം ഗ്രാമപ്രദേശങ്ങളിലും നേതാക്കൾ കേന്ദ്രീകരിച്ച് പ്രചാരണം നടത്തുന്നുണ്ട്. അവസാന മണിക്കൂറിലും പരമാവധി വോട്ടർമാരെ പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തിക്കുക എന്നൊരു ദൗത്യമാണ് നേതാക്കൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ തവണ 72.44 ഓക്കെ, അനീഷ് കെ ശിവദാസാണ് ചെന്നൈയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ തമിഴ്നാട് നാളെ വിധി എഴുതുകയാണ്. വളരെ കനത്ത പോരാട്ടം, കനത്ത മത്സരം തന്നെയാണ് നടക്കുന്നത്. നിശബ്ദ പ്രചാരണത്തിൻ്റെ ദിവസവും നല്ല കൊഴുക്കുന്ന മത്സരം തന്നെയാണ് കാഴ്ചവെക്കുന്നത് തമിഴ്നാട്. നാളെ വിധി തീരുമാനിക്കും. പക്ഷേ ഇതിൻ്റെ ഫലമറിയാൻ നമ്മൾ കുറച്ചാഴ്ചകൾ കാത്തിരിക്കേണ്ടി വരും.